മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് കെ സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്നുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർക്ക് ആർക്കും സീറ്റ് നൽകേണ്ട എന്നാണ് തീരുമാനം. കണ്ണൂർ സീറ്റില്ല എന്നുറപ്പായതോടെ കെ സുധാകരന്റെ അടുത്ത നീക്കം എന്താണ് എന്നാണ് രാഷ്ട്രീയ ആകാംക്ഷ. കെ സുധാകരൻ ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക ഉടൻ പുറത്തിറക്കും. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക വരുന്നു, പക്ഷേ കെ സുധാകരന്റെ അതൃപ്തി എങ്ങനെ മറനീക്കി പുറത്തു വരുമെന്നുള്ള സംശയം നേതൃത്വത്തിനുണ്ടാകില്ലേ? പുലർച്ചെ വരെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ എംപിമാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായത്തിന് മുൻതൂക്കം ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. അതായത് ഈ കടുംപിടുത്തം ഇങ്ങനെ തന്നെ തുടരുകയും NOC അടക്കം വാങ്ങിക്കൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നീക്കം കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തതോടെയാണ് നേതൃത്വം ഒരു പുനർവിചിന്തനത്തിലേക്ക് ആദ്യം കടന്നത്. അങ്ങനെയാണ് രണ്ടു പേർക്ക് ഇളവ് നൽകാം എന്നൊരു പുനരാലോചന ഉണ്ടായത്. പക്ഷേ അപ്പോഴും മറ്റ് എംപിമാർ MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള എംപിമാർ സമാനമായ തരത്തിൽ അവർക്കും മത്സരിക്കണമെന്ന താല്പര്യം നേതൃത്വത്തോട് അറിയിച്ചതോടെയാണ് ഈ രംഗം വഷളായത്. തുടർന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെ ഈ MPമാർ മത്സരിക്കേണ്ട എന്ന ആദ്യ തീരുമാനം പുനർവിചിന്തനം നടത്താൻ നേതൃത്വം എന്തുകൊണ്ട് തയ്യാറായി, അങ്ങനെ ഒരു അഭ്യൂഹത്തിന് പോലും നൽകരുതായിരുന്നു എന്ന നിലപാട് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നേതാക്കളുമായി നടന്ന ചർച്ചയിൽ സ്വീകരിക്കുകയായിരുന്നു. അവിടെയാണ് ഈ പ്രതിസന്ധി കുറച്ചുകൂടി രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ ഈ രണ്ടാമത് വരുന്ന പട്ടികയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയുടെ കാര്യത്തിലടക്കം, പ്രത്യേകിച്ച് വാമനപുരം, നെടുമങ്ങാട് തുടങ്ങിയ മണ്ഡലങ്ങളുടെ കാര്യത്തിലടക്കം ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ രാവിലെ 11 മണിയോടെ ഈ പട്ടിക വന്നേക്കാം. 37 പേരുടെ പേരടങ്ങുന്ന പട്ടിക വന്നേക്കാമെന്ന് തന്നെയാണ് വിവരം. എന്തായാലും അടൂർ പ്രകാശ് അല്ല എങ്കിൽ സതീഷ് കൊച്ചുപറമ്പിൽ അവിടെ നിന്ന് കോന്നിയിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഇന്നലെ തന്നെ അഭ്യൂഹങ്ങളായി പ്രചരിച്ചിരുന്നു. പക്ഷേ കണ്ണൂരിൽ കെ സുധാകരൻ അല്ല മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിശ്വസ്തരാകും, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു പേരിനാകും മുൻതൂക്കമെന്നായിരുന്നു ആദ്യഘട്ട പ്രചാരണം. അവിടെ ഷെമ മുഹമ്മദിന്റെയും അതോടൊപ്പം തന്നെ റിജിൽ മാക്കുറ്റിയുടെയും ഒക്കെ പേരുകൾ ചർച്ചകളിൽ, മുഹമ്മദ് ഷമ്മാസ് അടക്കമുള്ള യുവ നേതാക്കളുടെ പേരുകളും ചർച്ചകളിൽ നിറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ മാറിയാണ് ഇപ്പോൾ TO മോഹനെ സ്ഥാനാർത്ഥിയാക്കുള്ളൊരു നീക്കം കണ്ണൂരിൽ നടക്കുന്നത് എന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ അതവിടെ വലിയൊരു ഉൾപാർട്ടി പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. കാരണം TO മോഹനും കെ സുധാകരനും രണ്ട് ചേരികളിലാണ്. കെ സുധാകരനൊപ്പം നിന്നിരുന്നയാളാണ് TO മോഹനെ. പിന്നീട് അദ്ദേഹം കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നതിനനുസരിച്ച് KC പക്ഷത്തേക്ക് മാറുകയായിരുന്നു. അങ്ങനെ TO മോഹനെയാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ സുധാകരൻ അതിനോട് നടത്തുന്ന പ്രതികരണമാകും ഏറ്റവും നിർണായകമായിട്ടുള്ളത്. എന്തായാലും 12 മണിക്ക് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് നേതാക്കൾ വിളിക്കുമ്പോൾ ഫോണിൽ അദ്ദേഹം സംസാരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു കടുത്ത നീക്കം ഈ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആകെയുമായുള്ളത്. അതിനിടയിൽ ഈ ഒരു വിവാദം അത് മറ്റൊരു തലത്തിലേക്ക് പോയാൽ കണ്ണൂരിലെ അടക്കം പേരാവൂരിലെ അടക്കം ജയസാധ്യതകളെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അങ്ങനെയുള്ള ഒരു സാഹചര്യം കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും മുമ്പിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവർ ഏത് തീരുമാനവും വിഷയത്തിൽ കൃത്യമായി കൈക്കൊള്ളുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചില സസ്പെൻസുകൾ ഈ പട്ടികയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഉറപ്പിക്കുന്നുണ്ട്, അവരത് ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാവിലെ 11 മണി വരെ മാത്രമാണ് ഈ ആകാംക്ഷകൾക്ക് ആയുസുള്ളൂ എന്ന കാര്യം കൂടി നേതൃത്വം പറഞ്ഞു വെക്കുന്നു. അതായത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പട്ടികയായിരിക്കുമെന്നുള്ള സൂചന കൂടിയാണ് ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡാൻ, ഈ സസ്പെൻസ് ഒക്കെ നമുക്ക് കാത്തിരിക്കാം. എന്താണെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കെ സുധാകരൻ എന്ത് പറയാൻ പോകുന്നു എന്നുള്ള ആകാംക്ഷയുണ്ടല്ലോ. കെ സുധാകരൻ എങ്ങനെയാണ് ഈ തീരുമാനങ്ങളെയൊക്കെ ഉൾക്കൊള്ളുക? അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും? 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ട്. അതിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഒരു വിമതനെ പോലെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ഒരു ആകാംക്ഷ കോൺഗ്രസ് ക്യാമ്പിലില്ലേ?
തീർച്ചയായിട്ടും അദ്ദേഹം ഏത് വിധത്തിലും സീറ്റ് തന്നാലും ഇല്ലെങ്കിലും അവിടെ മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലും ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ വിശ്വസ്തരെയെല്ലാം അദ്ദേഹം അക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിന് ഭീഷണിയായി മാറുമോ? ഏത് തരത്തിൽ ഭീഷണിയാകും? കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ അതിനോട് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? ഇതൊക്കെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തെക്കൻ കേരളമോ മധ്യ കേരളമോ പോലല്ല, വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ, കണ്ണൂരിൽ കോൺഗ്രസിനെ പടുത്തുയർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കെ സുധാകരൻ ഇങ്ങനെ ഒരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടിയുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് മാറുന്ന ഒരു സാഹചര്യം എത്തിയാൽ പ്രവർത്തകർ അതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കും? വളരെ വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തെരുവുകളിൽ കണ്ടതാണ്. DCC ഓഫീസിന് മുമ്പിൽ പോസ്റ്റർ ഒട്ടിച്ചും പന്തം കൊടുത്ത് പ്രകടനം നടത്തിയുമൊക്കെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ കണ്ടതാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കണ്ണൂരിൽ TO മോഹന് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗവും കെ സുധാകരന്റെ മറ്റൊരു യോഗവും 12 മണിക്ക് മുമ്പ് ചേരും. DCC ഓഫീസ് കേന്ദ്രീകരിച്ചും മറ്റൊരു സ്ഥലം കേന്ദ്രീകരിച്ചും അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേതൃത്വം ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇതൊരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അതൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങില്ല എന്ന ഉറപ്പ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. പക്ഷേ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഉറപ്പ് പറയുന്നത് എന്നതിലാണ് ഇപ്പോഴും ഒരു സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. കാരണം ഇതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയതിനു ശേഷവും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ നീങ്ങുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം ഈഴവ സമുദായത്തിന്റെ പ്രതിനിധികളായി ആര് സഭയിലുണ്ടാകും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് എന്തുത്തരമാണ് കോൺഗ്രസ് നേതൃത്വം കൈവശം വെച്ചിരിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അടൂർ പ്രകാശിനും അതോടൊപ്പം കെ സുധാകരനും ഒക്കെ വേണ്ടി ഇടപെടൽ നടത്തിയത് ശിവഗിരി മഠാധിപതിയായിരുന്നു. അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകൾ അത് കോൺഗ്രസ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നതായിരുന്നു. അതിനിടയിലാണ് ഈ മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തിൽ മുൻതൂക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം നേതൃത്വം വിശദമായി നിരീക്ഷിക്കുന്നുണ്ട്. 12 മണിക്ക് കെ സുധാകരൻ വാർത്താ സമ്മേളനം വിളിക്കുമെന്ന കാര്യം ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നു. ഇന്നലെയും ഇതേ തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ കൃത്യമായ ഇടപെടൽ നടത്തി KC വേണുഗോപാൽ അടക്കം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടും നേരിൽ കണ്ടും പ്രകോപനപരമായ ഇടപെടലുകളിലേക്ക് നീങ്ങരുത്, കാത്തിരിക്കാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കാത്തിരിപ്പ് ഫലവത്താകുമോ വിഫലമാകുമോ അതറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഉറപ്പായിട്ടും കെ സുധാകരൻ എന്ത് പറയും എന്നുള്ളതാണ്. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള യാത്രയ്ക്ക് ശേഷം കേരളത്തിൽ മടങ്ങിയെത്തി അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്, എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.